നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളെല്ലാവരും ക്യാമറ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഫോണിനകത്തുള്ള ക്യാമറ ഉപയോഗിക്കാറുണ്ടെങ്കിലും ക്യാമറക്കകത്ത് നമ്മൾ അറിയാത്ത ഒരു ചതി കിടപ്പുണ്ട്. പല ആളുകളും നല്ല ക്യാമറയുള്ള മൊബൈൽ ഫോൺ വാങ്ങും, നല്ല ക്യാഷ് കൊടുത്ത് ക്യാമറ ക്വാളിറ്റിയുള്ള മൊബൈൽ ഫോണാണ് വാങ്ങാറുള്ളത്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വകാര്യതകൾ ചോർത്തിക്കൊണ്ടു പോകാൻ നമ്മുടെ ക്യാമറയ്ക്ക് സാധിക്കും. ക്യാമറ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാണ്. ക്യാമറക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആപ്സ് ഒന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ആപ്പ് മാനേജ്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ക്യാമറ എന്നുള്ളത് കാണാൻ സാധിക്കും. നമ്മുടെ ക്യാമറ ആപ്പ് ഇവിടെ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാം പെർമിഷൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാമറ പെർമിഷൻ കൊടുത്തിരിക്കുന്നത് ലൊക്കേഷൻ, മൈക്രോഫോൺ, ഫോട്ടോ ആൻഡ് വീഡിയോ. ഇതെല്ലാം നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ മാത്രമേ ഷെയർ ചെയ്ത് പോകുള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ, പലപ്പോഴും നമ്മൾ ഫോട്ടോ എടുക്കുന്ന ലൊക്കേഷൻ കൃത്യമായിട്ട് അത് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഫോട്ടോ ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണം. പക്ഷേ ക്യാമറക്കകത്ത് വോയിസുകൾ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്രോഫോൺ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കണം. ഫോട്ടോ ആൻഡ് വീഡിയോ നമുക്ക് നമ്മുടെ ഗാലറി സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പെർമിഷൻ നമുക്ക് കൊടുക്കണം. എന്നാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് 3 ഡോട്ട് കാണുന്നത്, ഈ ക്യാമറയുടെ ആപ്പിന് ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള 3 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ പെർമിഷൻസ് എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ താഴെ ഭാഗത്തേക്കൊന്ന് വായിച്ച് നോക്കുക. നിങ്ങൾ ഞെട്ടിക്കുന്ന ഒരുപാട് പെർമിഷൻസുകൾ നമ്മുടെ ക്യാമറക്കകത്ത് ഉപയോഗിക്കുന്നുണ്ട്, നമ്മളറിയാത്ത. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഫുൾ നെറ്റ്വർക്ക് ആക്സസ് ഈ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വ്യൂ നെറ്റ്വർക്ക് കണക്ഷൻ, എവിടെയാണ് നിങ്ങൾ ഉള്ളതെന്നും കറക്റ്റ് ലൊക്കേഷൻ വരെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈഫൈ, നിങ്ങൾ ഉപയോഗിക്കുന്ന വൈഫൈ കണക്ഷൻ, നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്ലൂടൂത്ത് കണക്ഷൻ, കൺട്രോൾ വൈബ്രേഷൻ, അത് തുടങ്ങിയിട്ട് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ് മുഴുവൻ നിങ്ങളുടെ ക്യാമറ എടുക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗാലറി ആണെങ്കിലും മൈക്രോഫോൺ ആണെങ്കിലും നമ്മുടെ ക്യാമറയ്ക്ക് ആവശ്യമുള്ളതാണെങ്കിൽ, എന്നാൽ ക്യാമറയ്ക്ക് ഒരു നിലക്കും ആവശ്യമില്ലാത്ത ഒരുപാട് പെർമിഷൻസുകൾ നമ്മുടെ ആവശ്യമില്ലാതെ ക്യാമറ എടുക്കുന്നുണ്ട്. ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ക്യാമറ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോട്ടോ എടുക്കും. നിങ്ങൾ ബാത്റൂമിലേക്കൊക്കെ ഫോൺ കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഫോൺ ഹാക്ക് ആയിട്ടുണ്ടെങ്കിൽ അവർ ക്യാമറയിൽ നിങ്ങളുടെ ഫോട്ടോസുകൾ എടുക്കും, നിങ്ങൾക്കത് അയച്ചു തരും, നിങ്ങളെ ബുദ്ധിമുട്ടാക്കുക ചെയ്യും. എന്നാൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. പ്രധാനമായിട്ടും നമുക്ക് ചെറിയ 1-2 മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പൂർണ്ണമായിട്ട് ഇത് ഒഴിവാക്കാൻ സാധിക്കില്ല. അതെങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് വീണ്ടും ഓപ്പൺ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ആപ്സ് എന്ന് കാണുന്നതിന് നേരെ താഴെ ഭാഗത്ത് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് പെർമിഷൻ മാനേജർ എന്ന് കാണും. ഓരോ ഫോണിനും വ്യത്യസ്തമായിരിക്കും സെറ്റിങ്സ്, പക്ഷേ ഈ സെറ്റിങ്സുകളൊക്കെ നിങ്ങളുടെ ഫോണിനകത്തുണ്ട് സാധിക്കും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മുടെ ഫോണിനകത്തുള്ള മുഴുവൻ ആപ്പുകളുടെയും പെർമിഷൻ കാണിക്കും. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് ക്യാമറ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുക. ഈ ക്യാമറ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 55 ആപ്പുകൾക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ക്യാമറ. ഏതൊക്കെ ആപ്പുകൾക്കാണ് ക്യാമറ പെർമിഷൻ കൊടുത്തതെന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാ ആപ്പുകൾക്ക് നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും നേരത്തെ എന്നോ ഉപയോഗിച്ച് പോയ ആപ്പുകൾക്ക് വരെ നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്, ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ക്യാമറ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷനാണ് ചോദിക്കുക. ഒന്നാമത്തെ അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ്. ഇവിടെ നമുക്ക് എല്ലാ സമയത്തും നിങ്ങളുടെ ആപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ക്യാമറ പെർമിഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. തൊട്ടടുത്ത് 2 ഓപ്ഷൻ കൂടെ കാണാം. ഒന്ന് ആസ്ക് എവരി ടൈം എന്നുള്ള ഓപ്ഷൻ, ഇതോ അല്ലെങ്കിൽ ഡോണ്ട് അലോ എന്നുള്ളത് കൊടുക്കാതിരിക്കുക. കാരണം ചില ആപ്പുകൾക്ക് ക്യാമറ പെർമിഷൻ ആവശ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ആസ്ക് എവരി ടൈം എന്നുള്ള 2ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇതുപോലെ ചോദിക്കും. ഇവിടെ ഡോണ്ട് അലോ എനിവേ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് സമയത്ത് നിങ്ങൾ ഏത് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും, ഇപ്പോൾ വാട്സപ്പിലാണെങ്കിലും ഏത് സമയത്ത് നിങ്ങൾ ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളോട് പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പെർമിഷൻ കൊടുക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഇതിൻ്റെ പെർമിഷൻ തൽക്കാലത്തേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.